മരിച്ചു, അച്ഛൻ മരിച്ചു. ഇവന്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവനൊന്ന് രക്ഷപ്പെട്ട് കാണണം. അവന്റെ അമ്മ ഒരുപാട് നേർച്ച ചെയ്തു, ഒരുപാട് വഴിപാട് ചെയ്തു. നിന്റെ അകത്ത് മദ്യത്തെ കൈവശം തന്നിട്ടുണ്ട്. അത് മുടിയാൻ തന്ന തരവാ. നീ വളരണ്ട. അനിൽകുമാർ എന്ന് രക്ഷപ്പെടും. നീ രക്ഷപ്പെടുന്നില്ലല്ലോടാ. നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ ദൈവം നിന്നെ അടിമുടി മാറ്റാൻ പോവാ. നീ ആള് മാറുന്ന വെളിപ്പാട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നീ ഇടിവള ഊരിയിരിക്കുന്നു. നീ വളയിടല്ല. അനിൽകുമാർ ഇന്ന് രക്ഷപ്പെടും. മോനെ, ആനയടി നീ താമസിക്കുന്ന വീടില്ലേ, അവിടെ പൊരിഞ്ഞ പോരാട്ട. ഒന്നിനെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. രക്ഷപ്പെടുത്താതെ ഇരിക്കത്തക്ക പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ആധിപത്യ ശക്തി നിന്റെ വീട്ടിലുണ്ട്. പാമ്പിനോട് ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ആധിപത്യമാ നിന്റെ വീട്ടിൽ കിടക്കുന്നേ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് കെട്ട് നിന്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കളയാൻ പോവാ. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. ഇവന്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവനൊന്ന് രക്ഷപ്പെട്ട് കാണണം. അവന്റെ അമ്മ ഒരുപാട് നേർച്ച ചെയ്തു, ഒരുപാട് വഴിപാട് ചെയ്തു. അവന്റെ അമ്മയുടെ മനസ്സിലെ ആഗ്രഹം, തമ്പുരാനെ ഞാൻ ചത്തുപോകുന്നതിന് മുമ്പ് എന്റെ ചെറുക്കന്റെ കല്യാണം ഒന്ന് കണ്ട് അവനൊന്ന് രക്ഷപ്പെടണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ നിന്റെ അകത്ത് മദ്യത്തെ കൈവശം തന്നിട്ടുണ്ട്. അത് മുടിയാൻ തന്ന തരവാ. നിനക്ക് നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നിനക്ക് പറ്റുന്നില്ല. ഇന്ന് രാവിലെ യേശു നിന്നെ കെട്ടുപൊട്ടിച്ച് കളയാൻ പോവാ. നിന്റെ ആ വീട്ടിൽ നീ അനാഥനെ പോലെ താമസിക്കുക. യേശു എന്നോട് പറയുന്ന ഒറ്റ കാര്യമാണ്, നിന്റെ വീട്ടിൽ എഴുതിയത് 3 മരണമാണ്. 1 നിന്റെ അച്ഛൻ, 2 നിന്റെ അമ്മ, 3 നീയ. പക്ഷെ കർത്താവ് നിന്നെ ജീവിപ്പിച്ചിരുത്തിയേക്കുക. എന്തിനാ ജീവിപ്പിച്ചെന്നറിയാമോ? നീ എലോഹീമിൽ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്റെ മദ്യത്തിന്റെ ആസക്തി പൊട്ടാൻ പോവാ. ഞാൻ ഇടിവളയെന്നൊക്കെ മുമ്പേ പറഞ്ഞില്ലേ, നിന്റെ അച്ഛനെ അമ്മയും കണ്ടോണ്ടാ ഞാൻ വന്നേ കേട്ടോ. നിനക്ക് നിന്നെ കുറിച്ച് ഭയങ്കര സങ്കട. നീ എന്നും ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് ആരുമില്ലെന്ന് പറയും. പക്ഷെ നിന്നോട് ദൈവം പറയുവാ, എല്ലാമായിട്ട് ദൈവം കൂടെ നിൽക്കാൻ പോവാ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ വരാൻ പോവാ. നിനക്കൊരു ചേട്ടനുണ്ട്, സഹോദരനുണ്ടല്ലോ, പേരെന്തുവാ? സഹകരണം ഇല്ലയോ? വേറെ മാറി താമസിക്കുക, ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുക. ആ കുടുംബ വീട്ടിൽ നിന്ന് ശാപം ഇന്ന് രാവിലെ ഇറങ്ങിപ്പോകും. എടാ, ഞാൻ നിന്നോട് ദൂത് പറയാ, 3ാമത്തെ മരണം ഇന്ന് രാവിലത്തെ ആരാധനയിൽ കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോവാ. നീ ഒരു ദൈവത്തിന്റെ ആളായിട്ട് മാറാൻ പോവാ. ദൈവം നിന്നെ ആട്ടിമുടി മാറ്റാൻ പോവാ. എല്ലാരും കൂടെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അനിൽകുമാറിന് വേണ്ടി എല്ലാ ദൈവമക്കളും ഒന്ന് യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇന്ന് രാവിലെ ഇറങ്ങി ചെല്ലാൻ പോവാ. ഇന്ന് തൊട്ട് യേശുവിനെ വിളിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ചെയ്യത്തില്ലയോ? എല്ലാരും ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു ചെറുപ്പക്കാരനാ, എനിക്കെല്ലാം ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തോണ്ടാ. അവൻ രക്ഷപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇടവഴി വെച്ച് അവന്റെ പഠനം നിന്നുപോയി. അതിന്റെ ഇടയ്ക്ക് വെച്ച് അവന്റെ അച്ഛൻ മരിച്ചുപോയി. അതിന്റെ ഇടവഴിയിൽ വെച്ച് അമ്മ മരിച്ചുപോയി. ജ്യേഷ്ഠൻ മാറി താമസിക്കുന്നു. ഒറ്റപ്പെട്ടു പോയി ഒരു ചെറുപ്രായത്തിൽ ജീവിതത്തിനകത്ത്. പക്ഷെ ഇന്ന് രാവിലെ ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ദൈവത്തിന്റെ സാന്നിധ്യം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ദൈവത്തിന്റെ കൃപ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ കൈയടിച്ച്, ഇവൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മുമ്പിൽ നിർണായകമായി ജീവിതത്തിനകത്ത് ഏറ്റെടുത്ത തീരുമാനത്തിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ഈ രാവിലെ ദൈവം അവനെ അഭിഷേകം ചെയ്യാൻ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, പിതാവേ യേശുവിന്റെ നാമത്തിൽ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ രക്ഷപ്പെട്ടു വരട്ടെ. അവന്റെ ജീവിതം മുഴുവൻ ആട്ടിമുടി മാറട്ടെ. വലിയ ദൈവ സാന്നിധ്യത്തിൽ അവനെ കാക്കണം.
പരിശുദ്ധാത്മാവിന്റെ കൃപ ഇതിനകത്ത് വ്യാപരിക്കുക കേട്ടോ. എന്നോട് ദൈവം പറയുക, നിങ്ങൾ ഇറങ്ങിച്ചെല്ലാം പറയുക. നിന്നെ പരാജയപ്പെടുത്തിയ സ്ഥലത്തേക്ക് നീ ഇറങ്ങിച്ചെന്നോ, നിന്റെ സ്വപ്നം ഉരുണ്ടു തുടങ്ങും. നിന്റെ സ്വപ്നം ഉരുണ്ടു തുടങ്ങും. നിന്റെ സ്വപ്നം ഉരുണ്ടു തുടങ്ങും. നിന്റെ സ്വപ്നം ഉരുണ്ടു തുടങ്ങും. തേനീരും മധുരമേ വറ്റാത്ത ഉറവയേ, തേനീരും മധുരമേ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയേ, തേനീരും മധുരമേ വറ്റാത്ത ഉറവയേ, തേനീരും മധുരമേ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? കിടന്നതാവെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? കിടന്നതാവെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയേ, തേനീരും മധുരമേ വറ്റാത്ത ഉറവയേ, തേനീരും മധുരമേ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് കണ്ടത്? സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇതിനകത്താണ് ചിലർക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്തതാണ് ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം. കണ്ടുവോ? യോഗ്യത എന്നിൽ കണ്ടുവോ? ഈ രാവിലെ ദൈവത്തിന് പറയാനുള്ളത്, നീ പുറപ്പെടുക. നിന്റെ സ്വപ്നം ചലിക്കാൻ